السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. പ്രിയമുള്ള സഹോദരന്മാരെ, ദുൽഖഅദ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച ഈ സന്ദർഭത്തിൽ റമദാൻ കഴിഞ്ഞുള്ള ശവ്വാൽ മുതൽ തന്നെ ഇസ്ലാമിൽ ഹജ്ജിന്റെ മാസങ്ങളായി അറിയപ്പെടുന്ന വളരെ സവിശേഷമായ സമയത്ത് പ്രവേശിച്ചതും ദുൽഖഅദ മാസത്തിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ഹജ്ജിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട യാത്രികരുടെ യാത്രയും പ്രയാണവും ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരു സമയമാണ്. നമ്മളാരും മഹാഭൂരിപക്ഷ ആളുകളും ഹജ്ജിനായിട്ട് പുറപ്പെടുന്നില്ലെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ ആവേശം കൊണ്ടും നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ടും അഭിലാഷങ്ങൾ കൊണ്ടും എല്ലാം ആ പുറപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട യാത്രികരോടൊപ്പം നിൽക്കാൻ, ആ ആഗ്രഹത്തിനും ആ തൗഫീഖിനും വേണ്ടി, അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാനും നമ്മൾ കടപ്പെട്ടവരാണ്. കാരണം ഈ പോകുന്ന ആളുകൾ ആരും, അവർക്കറിയാമെങ്കിലും അറിയില്ലെങ്കിലും, ഹജ്ജിനോ ഉംറയ്ക്കോ യാത്ര ചെയ്യുന്ന ആരും സത്യത്തിൽ അവരുടെ വ്യക്തിപരമായ, കുടുംബപരമായ, വൈയക്തികമായ ആവശ്യങ്ങൾക്കും ആഗ്രഹ സഫലീകരണത്തിനും വേണ്ടി മാത്രം പോകുന്ന ആളുകളൊന്നുമല്ല. അങ്ങനെ ആകാനും പാടില്ല. അവരെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതും പരിചയപ്പെടുത്തിയിട്ടുള്ളതും അവരൊക്കെ ഇസ്ലാമിക സമൂഹത്തിന്റെ, ലോക ഇസ്ലാമിക സമൂഹത്തിന്റെ എല്ലാവിധത്തിലുള്ള ദുന്യവിയും ഉഖറവിയുമായ ആശയും ആവേശവും അഭിലാഷവും ഒക്കെ പേറി അതിൻ്റെ പൂർത്തീകരണത്തിനും സാക്ഷാത്കാരത്തിനും വേണ്ടി അള്ളാഹുവിനോട് തേടാനും അവർക്കെല്ലാം വേണ്ടി അത് വാങ്ങിച്ചു കൊടുക്കാനും പോകുന്ന പ്രതിനിധികൾ, മധ്യസ്ഥന്മാർ എന്നുള്ള നിലയിലാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ അവരെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്. ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും ഒക്കെ പോകുന്ന ആളുകൾ അള്ളാഹുവിലേക്കുള്ള മുസ്ലിം സമൂഹത്തിന്റെ നിവേദക സംഘങ്ങളാണ്. എല്ലാവരുടെയും ആശകൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുക. എല്ലാവർക്കും പോകാൻ പറ്റൂലല്ലോ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വർഷാവർഷം ആരെല്ലാം എവിടെയെല്ലാം എന്തെല്ലാം അപേക്ഷ വെച്ചാലും തിരഞ്ഞെടുത്താലും എല്ലാം അങ്ങനെ തന്നെയാണ്. അതോടൊപ്പം പ്രത്യേകമായി ഹജ്ജിന്റെ കാര്യം അള്ളാന്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. അത് ഉംറയുടെ കാര്യമാണെങ്കിലും അതങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് കഅബയും മക്കയും ഹറമും മദീനയും റൗളയും ഒക്കെ മാധ്യമങ്ങളിലൂടെ നമുക്ക് വളരെ തെളിച്ചത്തോടുകൂടി അവിടെ പോയാൽ കാണാൻ പറ്റുന്ന ആൾ കണ്ണിൽ നിന്ന് നേരെ കാണുമ്പോൾ കാണുന്നതിനേക്കാൾ ഒരു പക്ഷേ നേർക്കാഴ്ചയ്ക്ക് അതിൻ്റെ എല്ലാ പ്രത്യേകതകളും ഒക്കെ ഉണ്ട്, അനുഭൂതിയുണ്ട്. ഇത് ശരിയാണ്, അതിനെ നിഷേധിച്ചുകൊണ്ട് പറയല്ല. നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ടെങ്കിലും പഴയകാലത്ത് നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഈ കഅബയുടെ എന്നൊരു നല്ല ചിത്രം പോലും കണ്ട് മരിച്ചു പോയവരല്ല. കഅബയുടെ ഒരു നല്ല ഫോട്ടോ പോലും കണ്ട് മരിച്ചു പോയവരല്ല നമ്മുടെ മാതാപിതാക്കളെന്ന് ആലോചിക്കണം. നമ്മളൊക്കെ എത്ര പ്രാവശ്യമാണ് ഇപ്പോൾ അവിടെ പോണത്? എത്ര വർഷമാ പോയത്? എത്ര പ്രാവശ്യ ഹജ്ജിന് പോയത്? കയ്യിലെടുത്തിരുന്ന് 48 മണിക്കൂർ ഭിത്തിയോട് ചാരിയിരുന്ന് ശ്വാസം വലിക്കുന്ന കൊച്ചുമകളെ
ഹോമിയോ മരുന്നും ആയുർവേദ മരുന്നും കൊടുത്ത് നെഞ്ചത്ത് തടകി വാപ്പായുമായും മാറി മാറി ഇരുന്ന് ശ്വാസം കിട്ടാത്ത കൊച്ചുമോളെ മോനെ അവർ ഊഴം വെച്ച് രായും പകലും 48 മണിക്കൂർ നെഞ്ചിലേക്ക് ചാരിയിരുത്തിയിരുന്നിട്ട് ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ മാതാപിതാക്കൾ വളർത്തിയെടുത്ത ആ മക്കളായ നമ്മൾ ഇന്ന് കഅബയും മത്താഫും ഒക്കെ ഇങ്ങനെ അനുഭൂതി കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു നല്ല ചിത്രം പോലും കാണാൻ പറ്റാതെ മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കളുടെ ഒക്കെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. എത്ര ആഗ്രഹങ്ങൾ അവർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ എത്ര പേർക്ക് ഇനിയും പോകാനുള്ള ആവശ്യം ആഗ്രഹങ്ങളുണ്ട്. وَإِذْ جَعَلْنَا الْبَيْتَ مَثَابَةً لِلنَّاسِ وَأَمْنًا وَاتَّخِذُوا مِن مَّقَامِ إِبْرَاهِيمَ مُصَلًّى وَأَعِدْنَا إِلَىٰ إِبْرَاهِيمَ وَإِسْمَاعِيلَ أَن طَهِّرَا بَيْتِيَ لِلطَّائِفِينَ وَالْعَاكِفِينَ وَالرُّكَّعِ السُّجُودِ. അല്ലാഹു തആല പറയുന്നത് വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംനാ. ഈ ബൈത്ത് അല്ലാഹു അൽ ബൈത്ത് എന്നാണ് അതിനെ പറയുന്നത്, പരിശുദ്ധമായ കഅബ. ആ കഅബ ശരീഫ് മനുഷ്യരാശിയുടെ മുഅ്മിൻ സമൂഹത്തിന്റെ വിശ്വാസി സമൂഹത്തിന്റെ ഹൃദയത്തിന്റെ ഉത്കടമായ അഭിലാഷത്തിന്റെ വിട്ടുപോരാൻ ആഗ്രഹിക്കാതെ പോന്നു കഴിഞ്ഞാൽ പോലും പിന്നെയും പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഹൃദയബന്ധം, വളരെ അത്യാകർഷകമായ ഹൃദയബന്ധം അല്ലാഹു തആല സ്ഥാപിച്ചിട്ടുള്ളതാണ്. വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ മർജിഅൻ. പിന്നെയും പോകണം. ഉസ്താദുമാരൊക്കെ ഉംറയ്ക്ക് അമീറന്മാരൊക്കെ ആയിട്ട് പോയിട്ട് വരുമ്പോൾ അതിൻ്റെ ഇടങ്ങേറുകളും അതിൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തിരിച്ചു വരുമ്പോഴുള്ള ജിദ്ദ എയർപോർട്ടിലെ വലിയ പ്രയാസങ്ങളും ഇതെല്ലാം സഹിച്ചിട്ട് അവർ പറയും കോല് ഞാൻ ഒടിച്ചു, ഞാൻ ഇനി ഈ പണിക്കില്ല. കോലൊടിച്ചു എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രയോഗമാണ് നമ്മുടെ നാട്ടിൽ. ഇവിടെ വന്നൊരു മാസം കഴിഞ്ഞ് വയ്ക്കുമ്പോൾ കോല് മുറിക്കൂടി വന്ന് വയ്ക്കുമ്പോൾ അതൊക്കെ അവിടെ വെച്ചാൽ പ്രയാസത്തിൽ പറഞ്ഞു പോകണമല്ല. ആർക്കാണ് ഹബീബ് അങ്ങോട്ട് പോയിരിക്കാൻ പറ്റും? സ്ത്രീകളുടെ പ്രസവം പോലെയാണെന്ന് പലരും ഉദാഹരിച്ച് കേട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഈ പണിക്കില്ല എന്ന് ലേബർ റൂമിൽ എല്ലാ പെണ്ണും തീരുമാനിക്കും അത്രയും. പക്ഷെ ഉണ്ണി പിറന്ന് കണ്ണു തുറന്ന് പുഞ്ചിരിച്ച് ഉമ്മാടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ സാരമില്ല, എല്ലാ മുറിപ്പാടുകളും മാറി വേദനയൊക്കെ മാറിക്കുമ്പോൾ ഇനിയും പ്രസവിക്കാൻ തോന്നും എന്ന് പറയുന്നത് പോലെ ആഗ്രഹമാണ്, അഭിലാഷമാണ്. സഹോദരന്മാരെ, അതിനെന്തിനാ വഅദ് പറയുന്നത്? മക്കയിലും മദീനയിലും പോയിട്ട് നന്നാകാമെന്നോ എന്തെങ്കിലും കിട്ടുമെന്നും വിചാരിക്കുന്നവൻ മണ്ടനാണെന്നൊക്കെ ഏത് ആലങ്കാരിക പ്രയോഗത്തിലോ എന്ത് യശത്തിന്റെ പേരിലോ ഒരാൾ പ്രസംഗിക്കാൻ പോകുന്ന പറഞ്ഞാൽ അവനേക്കാളും വലിയ മണ്ടനും പൊട്ടനും തൗഫീക്ക് നഷ്ടപ്പെട്ടവനും പിന്നെ ആരാ? നിങ്ങളുടെ ഉമ്മാനെയും ബാപ്പാനെയും ഒരു അധികാര കേന്ദ്രം പിടിച്ചു വച്ചിരിക്കുകയാണ്, ജയിലിൽ വെച്ചിരിക്കാന്ന് തന്നെ വിചാരിച്ചു. ജയിലിൽ വെച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാനെയും ബാപ്പാനെയും. ഒരു അധികാരി വർഗം, ഒരു ഭരണകൂടം, അവര് മുസ്ലിമീങ്ങളുടെ ശത്രുക്കളാണെന്ന് വിചാരിക്കുക. ഉമ്മാനെയും ബാപ്പാനെയും ഒന്ന് കാണാൻ അവരസതം കിട്ടിയാൽ അവർ പിടിച്ചു വച്ചിരിക്കുന്ന ആൾക്കാർ മോശക്കാരായതുകൊണ്ട് ഉമ്മായും ബാപ്പായും മോശക്കാരാണെന്ന് വല്ലോനും പറയോ സഹോദരന്മാർ? എന്ത് വിവരക്കേടാണ് അങ്ങനെയൊക്കെ പറയാണ് ചില ആൾക്കാർ. അത് മറുപടി പറയേണ്ട കാര്യമൊന്നുമല്ല, എന്നാലും പറയാം. ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഇട്ട് കേട്ടുപോയാലും അതിനൊരാശ്വാസം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാം. വഹാബി ഭരണകൂടത്തിന്റെ കീഴിലാണ് മക്കയും മദീനയും 924 മുതൽ ശരിയാണ് ആരാധന നിഷേധിക്കുന്നത്. നമ്മുടെയൊക്കെ മഹത്തുക്കളായ ഉസ്താദന്മാരോ ഹജ്ജിനോ ഉംറയ്ക്കോ ഒക്കെ പോയാൽ ഇന്നും ഹറമിൽ പോയി അവരെ തുറന്നു വെക്കിരിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരവിടെ പോയിട്ട് രണ്ടുപേരും ഒരു മുത്തഅല്ലിമിനെ കൊണ്ട് പോയിട്ട് അല്ലെങ്കിൽ കൂടെയുള്ള ഒരു ശിഷ്യനെ കൊണ്ട് പോയിട്ട് ഇച്ചിരി പുറകോട്ട് നിന്നോ, നമുക്ക് വേറെ ഞങ്ങൾ കിരിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ജമാഅത്തായിട്ട് അവിടെ കിരിച്ചിട്ട് വരും. അവർ രണ്ടുപേരുടെ ജമാഅത്ത് ആരും അറിയില്ല. ശിഷ്യൻ ഇങ്ങനെ വലതുവശം ഇങ്ങനെ ചേർന്നു. ഭരണകൂടം വഹാബിയത്തിൻ്റെതാണ്. വഹാബി മൗലവിമാരാണ് ഇമാമത്ത് വെക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ബൈത്തിന്റെ ശ്രേഷ്ഠത മാറുമോ? കിടക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന മാ ബൈന ബൈത്തി വമിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ ഒരു കഷണം ഭൂമിയിലുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ആയിഷായും ഒന്നിച്ച് കിടന്ന എൻ്റെ റൂമിന്റെയും എൻ്റെ മിമ്പർ വച്ചതിന്റെയും
ഇടയിലുള്ള ഭാഗമാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് ലോകത്ത് ഈമാനിന്റെ കണികയുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ അവർ മുഴുവൻ അവിടെ കയറിയിരിക്കാൻ തേനീച്ചക്കൂട്ടിലെ റാണിക്ക് ചുറ്റും ഈച്ചകൾ പൊതിഞ്ഞതിനേക്കാൾ അപ്പുറം അഭിനിവേശം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ആ പ്രിയപ്പെട്ട മദീന മുനവ്വറയിലെ ഈ ഭൂമുഖത്തിലെ ഒരു ഭൂമി കീറുണ്ടെങ്കിൽ ആ കീറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുദേഹം അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള റൗദത്തുൽ മുശറഫ എന്ന് നമ്മൾ പറയുന്ന പ്രദേശമാണെന്ന് ഇജ്മാ ഉള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ പേരറിയപ്പെട്ട ഒരു നാട് എന്നുള്ള നിലയിൽ മക്കയാണോ മദീനയാണോ ശ്രേഷ്ഠം എന്ന് ചോദിച്ചാൽ മക്ക ശ്രേഷ്ഠം. ഒരു ഭൂമിക്കീറിൽ ശ്രേഷ്ഠം ഏതാണെന്ന് ചോദിച്ചാൽ അത് കഅബയേക്കാൾ ശ്രേഷ്ഠം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കം ചെയ്യപ്പെട്ട അവിടുത്തെ തിരുമേനി അടക്കം ചെയ്യപ്പെട്ട ആ മണ്ണാണ് എന്ന് ഇന്നും അവിടെ ഏത് ഭരണകൂടത്തിനും ഒരു മാറ്റവും വരുത്താൻ കഴിയാത്ത വിധം തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ തങ്കത്തെ വെല്ലുന്ന കളർ കൊണ്ട് ഇന്നും ആ സലാം പറയാൻ നമ്മളവിടെ നിൽക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കൊത്തി വെച്ചിട്ടുണ്ട്. അതവിടെ വായിക്കാൻ നിന്ന കഴുത്തിന് പിടിച്ച് തത്തിക്കോമാര്. അതവിടെ എഴുതി വെച്ചത് അവർക്ക് വലിയ ആരോപണ മാറ്റാൻ പറ്റിയിട്ടില്ല, പലതും അവിടെ ഉണ്ട്. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മലി സിവാക വലാ അൽവി അലാ അഹദി. പരിശുദ്ധ റൗള ശരീഫിന്റെ ആ ഗ്രില്ലിന്റെ മുകളില് കൊത്തി വെച്ചിട്ടുണ്ട്. ആ കൊത്തി വെച്ചത് കുഴിയും തടിപ്പുമാണല്ലോ കൊത്തുപണി എന്ന് പറയുന്നത്. കുഴിക്കും തടിപ്പിനും ഒരേ പെയിന്റായി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൂരെ നിന്നാ വായിക്കാൻ കിട്ടില്ലോ. അതവർ പെയിന്റ് അടിച്ചു കളഞ്ഞു. സംഗതി അവിടെ ഉണ്ട്. ഇന്നി ഇദാ മസ്സനി ലൈനു യുറൗനി അഖൂലു യാ സയ്യിദാ സദാതി യാ സനദി ഫൻദുറു ബിഐനി الرളാലി ദായിമൻ അബദ വസ്തുറു ബിഫളിക സിരീമദല്ലമദി. അത് രണ്ട് ഭാഗവും പെയിന്റ് അടിച്ചാൽ ഞെക്കും. അതിന്റെ അപ്പുറത്തുള്ളതും ഇപ്പുറത്തുള്ളതുണ്ട്. അത് നമ്മൾ അറിയാവുന്നവരെ നേരെ നോക്കിയാൽ വായിക്കാൻ കിട്ടും. അതിലേക്ക് തന്നെയാണ് നോക്കുന്നതെന്നും മുത്തവ്വയുടെ ശ്രദ്ധപ്പെട്ടാൽ കണ്ണ് താഴ്ത്തേക്കാക്കാനവും പറയും. നമ്മൾ പോകുമ്പോ ഒക്കെ അവിടെ നോക്കാറുണ്ട്. എന്താണ്? ഇന്നി ഇദാ മസ്സനി ലൈനു യുറൗനി. എന്നെ പ്രയാസപ്പെടുത്തുന്ന ദുഃഖഭാരങ്ങൾ വന്നാൽ ഓ നബിയേ ഞാൻ പറയും മഖൂലു യാ സയ്യിദാ സദാതി യാ സനദി. നേതാക്കളുടെ നേതാവേ, അവലംബങ്ങളുടെ അവലംബമായ നബിയെ എന്ന് ഞാൻ വിളിക്കും. അതുകൊണ്ട് നബിയെ ഫൻദുറു ബിഐനി الرളാലി ദായിമൻ അബദ വസ്തുറു ബിഫളിക സിരീമദല്ലമദി. അവിടത്തെ ഔദാര്യത്തിന്റെ അവിടത്തെ കടാക്ഷത്തിന്റെ കണ്ണുകൊണ്ട് എന്റെ നേരെ നോക്കണം നബിയെ. വസ്തുറുദി ബദലിക്ക് അവിടത്തെ ഔദാര്യം കൊണ്ട് അങ്ങ് മറക്കണേ നബിയെ. എന്റെ പോരായ്മകളൊക്കെ മറക്കണേ നബിയെ. അള്ളാനോടല്ലേ ഇതൊക്കെ പറയണ്ടേ? കല്യാണപ്പുരയില് ചില ആൾക്കാരിങ്ങനെ ഇറച്ചി വിളമ്പുക, ഇനിയും വേണോ എന്ന് ചോദിച്ചു. അപ്പൊ വിളമ്പണ സാന്ത്വനത്തിന്റെ സഹചാരിയുടെ പിള്ളേരോട് നമ്മൾ പറയാം, ഞാൻ രണ്ടെണ്ണങ്ങ് പറഞ്ഞ് ഒരു വിഭാഗീയത വേണ്ടെന്ന് വിചാരിച്ചിട്ടാ. പിള്ളേരാ വിളമ്പണ ആര ചോറ, ആര ബിരിയാണി, മസാല ഇനി വേണോ? മസാല നിന്ന് വയറ് നിറച്ചിട്ട് ചോറിങ്ങനെ ബെതറുക. അങ്ങനെയുണ്ട് ചില കല്യാണങ്ങൾ. ആ ഇഷ്ടമുള്ളവൻ അങ്ങനെ കൊടുക്കും. അങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. വിളമ്പുകാരനോട് കുറച്ചും കൂടി ഇങ്ങാട്ട് എന്ന് പറയുമ്പോ ഇത് മറ്റവനെ ഏൽപ്പിച്ചതാണ്, ഇവൻ വിളമ്പുകാരനാണ്, വീട്ടുകാരന്റെയാണ് മുതല്. എന്നാ ഇവന് കൊടുക്കാൻ പറ്റും, അവൻ എത്ര വേണമെങ്കിലും കൊടുത്തേക്കാൻ ഉത്തരവരെ കേൾക്കണതാണ് വീട്ടുകാരൻ. അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് ഈ വിളമ്പുകാരൻ. കല്യാണത്തിന് പോയ ഉടമസ്ഥന്റെ ബിരിയാണിയുടെ മസാല, മട്ടൻ ബിരിയാണി മസാല ഇങ്ങനെ ലോകപൂർവം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആ വിളമ്പിക്കൊണ്ടിരിക്കുന്നവനോട് ചോദിക്കാൻ ഒരു മടിയില്ലല്ലോ. നമുക്കറിയാലോ അവന്റെ അല്ല എന്നാൽ നമ്മൾ ചോദിക്കുമല്ലേ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു യുഅ്തി. ഞാൻ വിളമ്പുകാരനാണ്, അള്ളാഹുവാണ് ഉടമസ്ഥൻ. സഹീഹുൽ ബുഖാരിയിൽ ഹദീസാ. നബി തങ്ങൾ എന്താ വിളമ്പണത്? മട്ടൻ ബിരിയാണിയാ? അല്ലാഹു ഉടമസ്ഥനായി
വിളമ്പാൻ ഏൽപ്പിച്ചപ്പോ അല്ലാഹു തആലയുടെ കയ്യിൽ നിന്ന്, അള്ളാഹുവിന്റെ ഉടമസ്ഥതയിൽ നിന്ന് നബി തങ്ങൾ വിളമ്പുന്നത് സ്വർഗമാണ്. അതുകൊണ്ട് ആ വിളമ്പുകാരനോട് നമ്മൾ ചോദിച്ചു, സ്വർഗത്തിന്റെ നിങ്ങളുടെ കൂടെ സ്വർഗത്തിലൊരു അവസരം. ആ വിളമ്പുകാരനോട് ചോദിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ലോജിക്ക് എവിടെ നിന്ന് വന്നു എന്നാണ്. അത് മനസ്സിലാക്കാനല്ലേ ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു യുഅതി എന്ന് പറഞ്ഞത്. അല്ല, അതിന്റെ അപ്പുറത്ത് എന്തിനാ ഈ ആയത്ത് ഹദീസ് ഓതുന്നത്? ആർക്കപ്പ ഇത് മനസ്സിലാവാത്തത്? അള്ളാഹു തരുന്നു നബിതങ്ങളുടെ കൂടെ, അത് നബിയോട് ചോദിക്കുന്നു. കല്യാണ ദിവസത്തിൽ മസാല കഴിക്കാൻ നബിതങ്ങൾ അള്ളാന്റെ വിളമ്പുകാരനാണെന്ന് പറയുമ്പോ അള്ള വിളമ്പണത് മസാല അല്ലടോ, അള്ള വിളമ്പണത്, നബിതങ്ങളിലൂടെ വിളമ്പണത് സ്വർഗമാണ്, നരകമോചനമാണ്. ഈമാനുള്ളവൻ ചോദിക്കും, ഇല്ലാത്തവൻ ചോദിക്കാൻ വേണ്ട. അതാണ് അവിടെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ എഴുതി വെച്ചത്. വക്കാബിസത്തിന് അനിഷ്ടമുണ്ടെങ്കിലും മാറ്റാൻ പറ്റാത്ത വിധം ഇന്നും അതവിടെ കുത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. ഷാമ് നിങ്ങൾക്ക് ഫതഹാവും, യമൻ നിങ്ങൾക്ക് ഫതഹാവും, അതുപോലെ പല രാജ്യങ്ങളും നിങ്ങൾക്ക് വിജയിച്ച് നിങ്ങളുടെ കാൽ കീഴിൽ വരുമ്പോ നിങ്ങൾ അവിടുത്തെ ഭൗതികമായ സൗകര്യം കൊണ്ട് അങ്ങോട്ട് മാറി താമസിക്കാൻ ആഗ്രഹിക്കരുത്. ഇവിടെ തന്നെ നിന്നുള്ള മദീന തന്നെ, മദീന നിവാസികളെ, എന്റെ മദീന വിട്ട് നിങ്ങൾ പോകരുത്. ഇത് എക്കാലത്തേക്കും വേണ്ടി പറഞ്ഞല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യസ്ബറു അലാ ലഅവാഇൽ മദീനതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വശിദ്ദത്തിഹാ, മദീനയുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. മദീനയുടെ കാലാവസ്ഥ അങ്ങനെ പലതരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും ബുദ്ധിമുട്ടുകളും വന്ന് നിങ്ങളെ കീഴടക്കുമ്പോ മാറിക്കാൻ ഒരു ചൂടാൻ, ഒരു തണുപ്പാണ്, എന്തൊരു ഇടങ്ങേറാണ് എന്ന് പറഞ്ഞിട്ട് മദീനയിൽ നിന്നും വിട്ടുപോകാതെ അവിടെ തന്നെ ശ്രമിച്ച് ആർക്കും മദീനയിൽ കഴിഞ്ഞുകൂടാൻ സാധ്യമല്ല. ഇല്ലാ കുന്തുലഹു ശഫീഅൻ ഔ ശഹീദൻ യൗമൽ ഖിയാമ. എന്റെ മദീന ഇഷ്ടപ്പെട്ട് കൂടിയവരെ ഞാൻ നിങ്ങൾക്ക് ഷഫീആണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് സാധ്യമല്ല. നമ്മൾ 3.25 ദിവസം കഴിയുമ്പോൾ പോരേണ്ടി വരും. ഉംറയ്ക്ക് ഹജ്ജിന് 7 ദിവസം കഴിയുമ്പോഴും പോരേണ്ടി വരും. പോകുന്നില്ലെങ്കിൽ വീടും. ഹജ്ജിനും ഉംറയ്ക്കും വന്ന് മദീനയിലും മക്കയിലും താമസിച്ചു കൊണ്ടിരുന്നവരെ മദീനയിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ മടിച്ച് അവിടെ തന്നെ കൂടിയിരുന്നവരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടിച്ച് പോണം നാട്ടിലേക്ക് എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? കുറെ കാലം കഴിയുമ്പോൾ മീച്ചം പോകും. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ മീച്ചം നഷ്ടപ്പെട്ടു. ഞാൻ 26ാമത്തെ ഹജ്ജിനാ വന്നെന്നൊരു മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കൂടെ ആദ്യമായിട്ട് ഉംറയ്ക്ക് വന്ന ഒരു സാധാ താത്താടെ വിവരം പറഞ്ഞൊരു താത്താടെ ഒരു ആവേശം ആ മുസ്ലിയാർക്ക് ആ മദീന മക്കയും കണ്ട കിട്ടൂല. അത് മീച്ചം പോയത് ആവർത്തിച്ച് കണ്ടപ്പോൾ അത് വേറൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ഉമറന്നവർ അടിച്ചുവിട്ടത്. ഈ ചില ആൾക്കാർ ഇത് കോട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു, ഉമറന്നവർ അടിച്ചുവിട്ടില്ലേ? ഉമറന്നവർ അടിച്ചുവിട്ടത് മീച്ചം പോകണ്ടെന്ന് വിചാരിച്ച ഉള്ള ബമ്പ അങ്ങനെ തന്നെ അവിടെ തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നീ ഇവിടെ തന്നെ കൂടണ്ട. അതുകൊണ്ട് സഹോദരന്മാരെ, മക്കയിൽ പോയിട്ടുണ്ടോ, മദീനയിൽ പോയിട്ട് എന്താണ് ചോദിക്കണം? നിനക്ക് വഹാബിസത്തെ എതിർത്തുകൊണ്ട് നീ പോയാൽ നിന്നെ പിടിച്ചോളെന്നുള്ള പേടിയാണെങ്കിൽ ഇജ്ജ് പോണ്ടോ? നീ പോകണ്ട, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ചില ആൾക്കാർ വഹാബികളുടെ വലിയ എതിരാളികൾ, അവരെന്നും പ്രസംഗിക്കുന്ന വഹാബിസത്തിനെതിരാ. പോയാൽ അവരവിടെ പിടിച്ചിടും, ആരെങ്കിലും ഒറ്റ കൊടുത്തിട്ട് പിടിച്ചിടും. അത് അയാൾ പോണ്ടെന്ന് വെച്ചാൽ പോരെ. അത് ജനങ്ങൾക്ക് മക്കയിലും മദീനയിലും ഒന്നുമില്ല. മദീനയിൽ മരിച്ചോ ഒന്നിലും കിട്ടില്ല. മൻ അറാദ അയ്യമൂത്ത ബിൽ മദീനത്തി ഫൽ യമുത് ബിഹാ. മദീനയിൽ ആരെങ്കിലും മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ മരിച്ചോട്ടെ, തൂങ്ങിച്ചത്തോട്ടെ എന്നൊന്നും മറ്റല്ലാട്ടോ. അങ്ങനെ അല്ലാഹു തആല മരിപ്പിച്ചാൽ അത് വലിയ ഖൈറാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസല്ലേ. ഈ ഹദീസൊക്കെ എവിടെ കൊണ്ട് തള്ളും? സഹോദരന്മാരെ, മക്കയായിരുന്നാലും മദീനയായിരുന്നാലും, മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാ നേരത്തെ ജബൽ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറി എന്നിട്ട് പച്ച മണ്ണിനോടും മരുഭൂമിയോടും പാറക്കെട്ടിനോടും വിരൽ ചൂണ്ടിയിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് വിളിച്ചു പറഞ്ഞത് എന്താണ്? ലവലാ അന്ന ഖൗമക്കി അഖറജൂനി. മക്കേ, ഈ നാട്ടുകാരുണ്ടല്ലോ, നിന്റെ നാട്ടുകാരെന്റെ കുടുംബക്കാരെ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ മാ ഖറജത്തു, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ലായിരുന്നു, ഞാൻ പോകൂലായിരുന്നു എന്ന് മക്കയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മക്ക അത്ര പ്രിയപ്പെട്ടതാണ്. എന്നിട്ട് പറഞ്ഞു, മക്കയിലേക്കും മദീനയിലേക്കും, എന്റെ പള്ളിയിലേക്കും മസ്ജിദുൽ ഹറമിലേക്കും പിന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്കും നിങ്ങൾ പോരെ. ഇവിടെ നിസ്കരിച്ചാൽ വസലാത്തും ഫീ മസ്ജിദി ഹാദാ ഖൈറും മിൻ അൽഫി സലാത്തുൻ ഫീമാ സിവാഹു. എന്റെ ഈ പള്ളിയിൽ നിങ്ങൾ നിസ്കരിച്ചാൽ ലോകത്തെ ഏത് പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാളും 1000 ഇരട്ടി പുണ്യമുണ്ട്. ഇല്ലൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കുന്നതിനേക്കാൾ മസ്ജിദുൽ ഹറാമിൽ പിന്നെ അതിനേക്കാൾ കൂടുതലാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വഹാബികളുടെ കയ്യിലിരിക്കണോണ്ടാ പുണ്യം പോകുന്നതാണോ വിചാരിക്കുന്നത്? എവിടെ നിന്നാണ് യോജിക്കുന്നത്?
അതിന്റെ കൈകാര്യകർത്താക്കൾ വക്കാബികളായതുകൊണ്ട് ആ പള്ളിയിൽ കയറി ഇന്നൊരു മുഅ്മിനെ തിരിച്ചാൽ ഈ കൂലി ഇല്ലാന്ന് ഒരാൾക്ക് പറയാൻ പറ്റും. പിന്നെ എവിടെ നിന്നായി പറഞ്ഞു ഇയാൾക്ക് പോകാൻ പേടിയാണ്, താൻ പോകണ്ടാന്ന്. അത് ഞാൻ പ്രസംഗിക്കാൻ നിൽക്കണേ തന്നെ. എനിക്ക് മക്ക പോകാൻ പേടിയാണ്, ഞാൻ അവിടെ ഒരു പണി ചെയ്തിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് എന്റെ പാസ്പോർട്ട് കണ്ടാൽ പിടിക്കും. അത് ഞാൻ പ്രസംഗിക്കാൻ നിൽക്കണ്ടാന്നേ. എനിക്ക് മക്ക പോകാൻ പേടിയാണ്, ഈ മക്കയ്ക്ക് ബദലില്ല എന്ന് പ്രസംഗിക്കണത്. എന്റെ ഉമ്മ ഒരു വിരോധിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുകയാണെങ്കിൽ എന്റെ ഉമ്മാക്ക് ശ്രേഷ്ഠതയില്ല എന്ന് പറയുന്നത് പോലെയല്ലേ മക്കയ്ക്ക് മദീനയ്ക്ക് ശ്രേഷ്ഠതയില്ല എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ വിശദീകരണമായിട്ട് വരിക. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്, എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാണ്, എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യും, അതുകൊണ്ടാണ്. സഹോദരന്മാരെ, ഇത് വേറെ ആരുമല്ല, റഹ്മത്തുല്ലാഹിൽ കാസിമി എന്ന് പറഞ്ഞൊരു പുതിയ പ്രഭാഷണം വന്നിട്ടുണ്ട്. തെറ്റിപ്പോയിരിക്കാൻ ഞാനിത് പറയുന്നു. ഒരു മയ്യത്തിനെ മറമാടിയിട്ട് അബദ്ധം സംഭവിച്ചു പോയി, കിബിലയിൽ നിന്ന് തിരിഞ്ഞു പോയി മുഖം. എടോ, രാത്രി പോയി എല്ലാവരും കൂടെ കൂടി മറമാടിയിട്ട് വന്നാൽ നേരെ കിഴക്കോട്ട് വെച്ചു പോയി, അല്ലെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ചു പോയി എന്നാണ് പിന്നെ ഓർത്തതെങ്കിൽ ആ മയ്യത്ത് ദ്രവിച്ചിട്ടില്ലെങ്കിൽ മാന്തിയിട്ട് പരിശുദ്ധമായ കഅബ ശരീഫിലേക്ക് തിരിച്ചു വെക്കണമെന്ന് പറയപ്പെട്ട ആ നിയമം ഇന്നും പാലിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമിന്റെ അടുത്ത് പ്രസംഗിക്കുക മക്കൾക്ക് എന്താ ശ്രേഷ്ഠതാണ്, എനിക്ക് പോകാൻ പേടിയാണെങ്കിൽ ഞാൻ പോകില്ല എന്ന് പറഞ്ഞാൽ പോരെ. അത് പ്രസംഗിക്കേണ്ട കാര്യം പോലല്ലോ. നിങ്ങളെന്താ അച്ഛനും വാർത്തെന്ന് ആരും ചോദിച്ചാൽ ഞാൻ പോയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പോലെ. അതിന് മക്കനെ തള്ളി പറയണോ, മക്ക മുക്കത്തേക്ക് വരണം എന്ന് പറയണോ, മദീന മുക്കത്തേക്ക് വരണം, അത് പിന്നെ ആലങ്കാരികമായിട്ട് കൂട്ടാം. റസൂലുള്ളാഹി ഇങ്ങോട്ട് വരുന്നു, ആഗ്രഹങ്ങളൊക്കെ കൊള്ളാം, നമ്മൾ ആലങ്കാരികതയൊന്നും ചോദ്യം ചെയ്യുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് പിറന്ന മണ്ണ്, ആ പിറന്ന അതേ വീടിന്റെ സ്ഥാനത്ത് പണി കഴിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു ലൈബ്രറി അല്ലാഹുവിന്റെ ഹബീബ് പിറന്ന സ്ഥലമാണ്. അവിടെ നിന്ന് കയറിയിരുന്ന ഹിറാ ഗുഹ, അവിടെ നിന്ന് കയറിയിരുന്ന ഗാർ സൗർ, അവിടെ നിന്ന് പിച്ചവച്ച് നടന്നു പോയ മണ്ണ്, അവിടെ നിന്ന് തവാഫ് ചെയ്ത കഅബ, അവിടെ നിന്ന് നടന്നു പോയ ഹിജ്റയുടെ ഭൂപ്രദേശം. 1000 കൊല്ലം മുമ്പ് ഒരു രാജാവ് മദീന കീഴടക്കാമെന്ന ചരിത്രം നമ്മളിവിടെ പറഞ്ഞതാ. ആ നാട്ടുകാര് പറഞ്ഞു, മദീനയിലേക്ക് ചെല്ലുമ്പോൾ ആ തഖറബ ഹാദൽ ബലദ, ഈ നാട് നശിപ്പിക്കരുത്. ആദിഹി മുഹാജിറു നബിയ്യു ബഅസ ഫീ ആഖിരി സമാനി ഇസ്മുഹു അഹ്മദ്, അവസാന കാലത്ത് വരാനുള്ള ഒരു നബിയുടെ ഹിജ്റയുടെ പ്രദേശമാണെന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ജനിക്കുന്നതിന്റെ 1000 കൊല്ലം മുമ്പ് ഉള്ള രാജാവ് അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് നബി തങ്ങൾക്കൊരു കത്തെഴുതിയിട്ട്, നബിയെ, അങ്ങനെ ഞാൻ കൂട്ടിമുട്ടിയാൽ ഏറ്റവും വലിയ അനുയായിയാകും, ഇല്ലെങ്കിൽ മഹ്ശറിൽ കൂട്ടിമുട്ടുമ്പോ ശഫാഅത്ത് തന്ന് അനുഗ്രഹിക്കണേ നബിയെ എന്ന് കത്തെഴുതി പോയ ആ കത്ത് കാബിറിൻ പരമ്പരാഗതമായി കൈമാറപ്പെട്ട് നബി തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുമ്പിൽ തന്നെ അല്ലാഹു തആല ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് ആ രാത്രി അവിടെ താമസിക്കുമ്പോ ആ സഹാബിയുടെ ഉപ്പാപ്പമാര് കൈമാറി വന്ന ആ കത്തെടുത്തിട്ട് നബി തങ്ങളെ അങ്ങ് കൊടുത്തതൊന്നും യാദൃച്ഛികമല്ലല്ലോ, മദീനയുടെ ശ്രേഷ്ഠതയല്ലേ. 1000 ആണ്ടുകൾക്ക് മുമ്പ് മുഅ്മിനീങ്ങള് മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടുവന്ന ശ്രേഷ്ഠത. നീ പോയ വക്കാബിസം പിടികൂടുമെന്ന് പറഞ്ഞ് പേടിയാണെങ്കിൽ എനിക്ക് പോകാൻ പേടിയാന്ന് പ്രസംഗിക്കാൻ പോരെ. ആ മദീനക്ക് ശ്രേഷ്ഠതയില്ലെന്ന് പറയണോ, ബഖീന് ശ്രേഷ്ഠതയില്ലെന്ന് പറയണോ, ഉഹദിന് ശ്രേഷ്ഠതയില്ലെന്ന് പറയണോ? അല്ല, അങ്ങനെ തോന്നിപ്പിക്കുന്ന തരത്തിൽ സാധാരണക്കാർക്ക് ഈ അലങ്കാരിക പ്രയോഗങ്ങളൊന്നും മനസ്സിലാകാത്തവരുടെ മുമ്പിൽ തോന്നിപ്പിക്കുന്ന തരത്തിൽ വേണോ? അതുകൊണ്ട് ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നവരെ ആ കഅബ ശരീഫിലേക്കല്ലേ ഇപ്പൊ നിങ്ങൾ തിരിഞ്ഞിരിക്കുന്നത്? ഇമാമ ഖുതുബ ഓതുന്ന ഒരു സമയത്ത് മാത്രമല്ലേ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്? അത് മാനവികമായ മര്യാദയുടെ പേരിൽ അഭിസംബോധന ചെയ്യുമ്പോൾ ആളുകളുടെ നേരെ നോക്കണമെന്ന മാനവിക മര്യാദയുടെ പേരിൽ മാത്രമാണ് കഅബയെ പുറകോട്ടാക്കിയിട്ടുള്ളത്. ഇമാമ ഖുതുബ ഓതുമ്പോൾ ബാക്കി ഖുർആൻ ഓതാനിരുന്നാലും ഖിബലയ്ക്ക് തിരിയണമെന്ന് പറഞ്ഞില്ലേ? ഒന്ന് ദ്വാരക്കാനിരുന്നാലും ഖിബലയ്ക്ക് തിരിയണമെന്ന് പറഞ്ഞില്ലേ? കഅബ ശരീഫിന് തിരിയണമെന്ന് പറഞ്ഞില്ലേ? മക്കയിലേക്ക് തിരിയണമെന്ന് പറഞ്ഞില്ലേ? ആ മക്കയുടെ കഅബ ശരീഫിന്റെ നടുവിൽ ഒരു കുറ്റിയടിച്ചിട്ട് വട്ടം വരച്ചാൽ ആ വട്ടമല്ലേ ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ പള്ളികളുടെ സഫുകൾ മുഴുവനും. എന്നിട്ട് എന്ത് അലങ്കാരികതയാണ്! നമ്മുടെ പോകുന്ന പ്രിയപ്പെട്ടവര് പോകട്ടെ, അവരെ കണ്ടുകൊണ്ട് ഹൃദയം കൊണ്ട് യാത്രയാക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഷൗഖൻ ഇലൽ മക്കത്തിൽ മുക്കറമ, ഷൗഖൻ ഇലൽ മദീനത്തിൽ മുനവ്വറ. ഞങ്ങൾ ദൂരത്താണെങ്കിലും പ്രിയപ്പെട്ട മക്കേ, പ്രിയപ്പെട്ട മദീനെ, ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്. ബഈദുൻ ലാ കസ്ലാന ഔദി മലാലതി ഫമാ അലൽ മുസ്താഖി ഫഹുവ ഖരീബു. ബഈദുൻ ലാ കസ്ലാന, മടിയുള്ളവരെ, ആശയപരമായി ആർക്കെങ്കിലും വിരോധമുള്ളവരെ. ഇന്നും ചില ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന ആൾക്കാരുണ്ട്, മദീനയിലെ പോടെ ഒറ്റ ഓട്ടപ്പാച്ചിൽ നടത്തിയിട്ട് ഒരു പോക്ക് ഇഞ്ഞു പോരും. റസൂലുള്ളാഹിനോട് വിരോധമുള്ളവർ, ആ മടിയുള്ളവരും ആശയപരമായ വിരോധമുള്ളവർക്കൊക്കെ ഈ മക്കയും മദീനയും വളരെ വിദൂരത്താണ്. ബഈദുൻ ലാ കസ്ലാന ഔദി മലാലതി, എന്തെങ്കിലും മടിയും എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉള്ളവർക്കൊക്കെ ഇത് ദൂരാണ്. അമ്മാ അലൽ മുസ്താഖി
ഫഹുവ ഖരീബു. മക്കയും മദീനയും മുസ്താഖ്യങ്ങൾക്ക് ഷൗക്കുള്ളവർക്ക് അത് വളരെ അടുത്താണ്. അത് ഉത്കടമായ അഭിലാഷത്തിന്റെ പ്രശ്നമാണ്. അള്ളാഹുവിന്റെ ത്യാഗവര്യന്മാരിൽപ്പെട്ട ആരിഫ്യങ്ങളിൽപ്പെട്ട ഒരു ആരിഫിന്റെ അടുക്കൽ നാട്ടുകാരെല്ലാം വന്നു കൂടിയിട്ട് പറഞ്ഞു, മഴയ്ക്ക് വേണ്ടി വരക്കണം. അങ്ങേര് പറഞ്ഞു, മഴയ്ക്ക് വേണ്ടി വരക്കാം, ഞങ്ങളെല്ലാവരും വരി ഇന്ന ദിവസം. എല്ലാവരും വന്നു. അദ്ദേഹം ദുആ ചെയ്തു. കനത്ത മഴയെന്ന് പെയ്തു. തിരിച്ചു പോകണമെന്ന് തോന്നി. ആരുടെയും കയ്യിൽ കുടയില്ല. ഒരു കുട്ടി മാത്രം കുടയും കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ നനയാതെ വീട്ടിലേക്ക് പോയി. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എല്ലാവരും ദ്വാരക്കണമെന്നൊക്കെ പറഞ്ഞു, ദ്വാരക്കാനൊക്കെ ചെന്നു, ആമീനൊക്കെ പറഞ്ഞു. പക്ഷെ ഇങ്ങേര് ദ്വാരന്നാൽ അള്ള മഴ വരുമെന്നൊരു വേണ്ടത്ര പ്രതീക്ഷ ആർക്കും ഉണ്ടാകാതിരുന്നത് കൊണ്ട് ആരും കുടയെടുത്തില്ല. ഒരു കുട്ടി മാത്രമേ കുടയെടുത്തുള്ളൂ. ഈമാൻ നെയ്യത്ത് എന്നൊക്കെ പറയുന്നത് പല ദറജയാണ്. ആ കുട്ടിയുടെ ദറജ ആർക്കും എത്തിയില്ല. അവന് നല്ല ഉറപ്പായിരുന്നു മഴ പെയ്യും. ഔലിയാക്കാക്ക് ധാരണ മഴ പെയ്യുമെന്ന് നല്ല ഉറപ്പായിരുന്നു. അന്ന് കുട്ടി കുടയെടുത്ത് കഷത്തിൽ വെച്ചു. നമ്മളൊക്കെ ഈ മക്ക മദീന എന്ന് പറഞ്ഞ് അതൊക്കെ ഇങ്ങനെ പറയും. ഈ കൊടയെടുത്ത കുട്ടിയുടെ മാതിരി ഹൃദയത്തിൽ തട്ടിയ അഭിനിവേശവും നെയ്യത്തുണ്ടോ? ഫഅമ്മാ അലൽ മുഷ്താഖി ഫഹുവ ഖരീബു. ആ ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ 10 രൂപ 20 രൂപ 30 രൂപ എന്നും പറഞ്ഞ് നിസ്കരിച്ചിറങ്ങുന്നവർക്ക് തൂത്തു കൊടുത്ത് മക്കൾക്ക് അന്നം വാങ്ങാൻ വേണ്ടി അത്ര കച്ചവടം നടത്തുന്നവനാണെങ്കിൽ പോലും, അത്ര കച്ചവടം നടത്തുന്ന മോശമായിട്ടല്ല, വരുമാനം കുറവായ ഒരു ജോലി കണ്ടുപിടിച്ച് പറഞ്ഞു മാത്രമാണ്. വല്ലതൊക്കെ ചേർത്തിട്ട് വിറ്റാൽ നല്ല പൈസ കിട്ടും, അത് വേറെ കാര്യം. അവരെ അല്ലാഹു തആല കൊണ്ടു. നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുപോയതാ. അതിനുശേഷമാണ് സഹോദരന്മാരെ മറ്റൊരു സിനിമകൾ പോലും ഇറങ്ങിയത്. അതിന് സമാനമായൊരു സിനിമ. കഥ പറഞ്ഞ് നീളാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു അദ്ദേഹത്തിനും പുറത്തു കൊടുക്കട്ടെ. ഞാൻ തൊടുപുഴയിൽ ഒരു ഭാഗത്ത് ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ നാട്ടുകാരനാണ്, എനിക്ക് അജ്ജനും വല്ലാത്ത താല്പര്യമുണ്ട്. ഞാനും അദ്ദേഹങ്ങളുടെ കൂടി ഒരു പരിപാടി എടുത്തു. പുസ്തകം വെക്കുന്ന അത്ര വെക്കുന്ന ആളാ. ഇക്ക ഒരു കാര്യം ചെയ്തു. ആഴ്ചയിൽ അവസാനത്തെ ദിവസം, ശനിയാഴ്ച ദിവസം ആയിക്കോട്ടെ, ശനിയാഴ്ച ദിവസത്തെ ലാഭം വിറ്റുവരോ എല്ലാം കൂടെ കൂടി ഒരു കുടുക്കെ കൊണ്ടിടാൻ പറഞ്ഞു. അങ്ങനെ കുടുക്കെ കൊണ്ടിട്ടു. ലാഭം വേർതിരിക്കരുത്, മുതലും ലാഭം കൂടെ കൂടി ശനിയാഴ്ച ദിവസം ഒരു കുടുക്കെ കൊണ്ടു. ഒരു കൊല്ലം കഴിയുമ്പോൾ പൊട്ടിക്കുക, ഹജ്ജിന് അപേക്ഷ വയ്ക്കാൻ നേരത്ത് പൊട്ടിക്കുക. വർഷങ്ങളായി അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തു. സഹോദരന്മാരെ, ഹജ്ജിന് അപേക്ഷ വയ്ക്കുന്ന സമയത്ത് കുടുക്ക പൊട്ടിച്ച് 16,652 രൂപ. അന്ന് ഹജ്ജിന് അപേക്ഷ വയ്ക്കുമ്പോൾ പ്രീമിയം തുക അടയ്ക്കേണ്ടത് 16,500 രൂപ. എങ്ങനെ ഒത്തുന്നറിയാൻ പറഞ്ഞു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ പൈസ കറക്റ്റാണ്. അപ്പൊ ഈ ഉള്ളവൻ പറഞ്ഞു, ഏതാണ്ട് ഒരു ശുഭലക്ഷണമാണ്, പോകാൻ പറ്റുന്ന അപേക്ഷകൾ കൊടുക്കാൻ. അപേക്ഷകൾ കൊടുത്തു. സഹോദരന്മാരെ, അദ്ദേഹം അങ്ങ് ഹജ്ജിന് പോയി. അത്ര വയ്ക്കാൻ പോയ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ ചോദിച്ചു, ഹജ്ജിന് ഇബ്രാഹിക്കാണ് പേര്, ഇബ്രാഹിക്ക് ഹജ്ജിന് അപേക്ഷ കൊടുക്കുന്നുണ്ട്. അപേക്ഷ വെച്ചിട്ടുണ്ട്, ഒന്നും ചോദിച്ചില്ല അദ്ദേഹം. എന്റെ വക ഒരു 10,000 ചോദിച്ചിട്ട് നിങ്ങൾ പോയിട്ട് നല്ലോണം വേണം ചോദിച്ചു. ഒരാൾക്കാരുടെ പൈസ കൊടുത്തു. അയാൾ ആരോടും ചോദിച്ചില്ല. ഫമാ അലൽ മുസ്താഖി ഫഹുവ ഖരീബു. അതുകൊണ്ട് ഔലിയായുടെ അടുക്കൽ മഴയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ആമീനും പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ദ്വാരക്കാൻ വന്നത്. പക്ഷേ നെയ്യത് അങ്ങോട്ട് കയറിയില്ല കൽബിലേക്ക്. പ്രതീക്ഷ അങ്ങോട്ട് മുറുകില്ല. അതുകൊണ്ട് പ്രതീക്ഷകൾ മുറുകട്ടെ. ആരവൻ എവിടെ നിന്ന് പ്രസംഗിച്ചാലും, വഹാബിയത്തിന്റെ കയ്യിൽ ഇരുന്നാലും, മക്കയുടെയും മദീനയുടെയും ശ്രദ്ധതയും ഫളലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്തിയുറങ്ങുന്ന മണ്ണിന്റെ ഫളലും ഒരു പ്രയോഗത്തിലൂടെയും നമ്മൾ കുറച്ച് കളയരുത്. അങ്ങോട്ട് യാത്ര തിരിക്കുന്ന നമ്മുടെ ബഹുമാനികളെ ബഹുമാന പുരസരം യാത്രയാക്കിയിട്ട് അവരുടെ ദുആയിൽ ഒരു പങ്കിന് അവരുടെ മനസ്സിൽ ഓർമ്മ കിട്ടാൻ വേണ്ടി നമുക്ക് അവരോട് അഭ്യർത്ഥിക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറന്നവരോട് പറഞ്ഞില്ലേ, ലാ തൻസനി യാ ഫീ ദുആഇക യാ ഉഖയ്യ, എന്റെ പൊന്നു സഹോദര, അവിടുത്തെ ദുആയിൽ എന്നെ മറന്നു പോകരുത്. അതുകൊണ്ട് പ്രതിനിധികളാണ്, എല്ലാവർക്കും വേണ്ടി ദ്വാരക്കേണ്ടവരാണ്. വിളക്കുമാടങ്ങളായി തിരിച്ചു വന്ന് പരിലസിക്കാൻ അല്ലാഹു തആല നമ്മുടെ യാത്രികർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെയാണ് തവാഫ് ചെയ്യുന്നത്, എങ്ങനെയാണ് അമൽ ചെയ്യുന്നത് ഒക്കെ കാണിച്ചു തരാൻ ഒരു പക്ഷേ അവിടെ വളണ്ടിയർമാരും അതിന്റെ അമീറന്മാരും ഒക്കെ ഉണ്ടാകാം. പക്ഷെ നേരത്തെ പറഞ്ഞ ഹൃദയം തൊട്ട ഉത്കടമായ അഭിനിവേശത്തിന്റെ ആഗ്രഹത്തിന്റെ ഇല്ല ഞാനിതില്ലാതെ പുറത്തേക്ക് പോരൂല എന്ന് പറഞ്ഞ ആ നെയ്യത്തുണ്ടല്ലോ, അതൊരു മുസ്ലിയാർക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റൂല. ഒരു വളണ്ടറെ കൊണ്ടും നിങ്ങളുടെ ഹൃദയത്തിൽ ചെലുത്താൻ പറ്റൂല. ഒരു അമീറിനെ കൊണ്ടും അത് സാധിക്കൂല. യാത്രികരെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ആ നെയ്യത്തോടു കൂടി പോകാൻ തിരിച്ചു പോകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. കഅബയുടെ വാതിലിന്റെയും ഹജറുൽ അസ്വദിന്റെ ഇടയിൽ ഒരു 6-7 അടി സ്ഥലമുണ്ട്. നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഒരു 5 അടി എന്നാ തോന്നുള്ളൂ. ആ മൂലയും ആ വാതിൽ തുടങ്ങുന്നതിന്റെ ഇടയിലുള്ള ഒരു സ്ഥലം മുൽതസം എന്നാണ് അതിന്റെ പേര്. കിട്ടാതെ പോരണ്ട എന്നാണ് ആ വാക്കിന്റെ തന്നെ അർത്ഥം.
സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ദ്വാ ചെയ്ത് തിരിച്ചിങ്ങ് വന്നപ്പോ കണ്ടടമങ്ങ് നിറഞ്ഞിട്ട് താടിരോമം നനഞ്ഞു കുളിച്ചു പൂമേനിയാകെ കണ്ണുനീര് കൊണ്ട് കുളിച്ചിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ ചോദിച്ചു, അമ്മ അന്തായിളയ റസൂലല്ലാഹ്, അങ്ങും ഇങ്ങനെ കരയുകയാണോ നബിയേ എന്ന് ചോദിച്ചപ്പോ യാ ഉമറു ഹാഹുനാ തുസ്ഖബുൽ അബ്റാർ, ഈ വിടവിലാണ് മറേ കണ്ണുനീരിന്റെ പെരുമഴ ഉണ്ടെങ്കിൽ ആ പെരുമഴ അൽ അബറാത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥത കണ്ണുനീരിന്റെ പെരുമഴ ഇവിടെയാണ് മറേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആൾക്കാർ വിചാരിക്കും 20 ലക്ഷം ആൾക്കാരുടെ ഇടയിൽ എനിക്ക് എവിടെയാ പഠിച്ചവൻ അവസരം കിട്ടുന്നത്. ഈ പറഞ്ഞ കുടയെടുത്ത കുട്ടിയുടെ ഈമാനോടുകൂടി നമ്മളൊന്ന് പോയി നോക്കുക. വയസ്സെഴുപതെങ്കിലും അള്ളാഹു ആരൊക്കെയോ എടുത്ത് കൈത്തണ്ടയിൽ കൊണ്ടുപോയി മുത്തിച്ചതുപോലെ നിങ്ങളവിടെ കൊണ്ടുവന്ന് തരും. അനുഭവങ്ങളല്ലേ സഹോദരന്മാരെ. അതുകൊണ്ട് ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കൂ. ആരെയും വെറുപ്പിക്കുന്ന അകറ്റുന്ന പ്രസംഗവും നടത്തല്ലേ. ആദർശത്തിന്റെ ധീരത എന്നാ കൊള്ളാം. തങ്കം എവിടെ സൂക്ഷിച്ചാലും തങ്കം തന്നെയാണ്. അത് പൊതിഞ്ഞു വെച്ച പ്രദേശം, ആ പൊതിഞ്ഞു വെച്ച കവർ ചിലപ്പോൾ മോശമായിരുന്നാലും അതിന്റെ ഉള്ളിലുള്ള തങ്കം. നിങ്ങൾ പറഞ്ഞില്ലേ കഴുതകൾ വിമാനത്തെ കയറുമ്പോ വിമാനത്തേനെ കഴുതെന്ന് പറഞ്ഞു. അപ്പോ ഇരിക്കുന്ന സാധനത്തിന്റെ മൂല്യം കൊണ്ട് കവറിനെ പറയാമെങ്കിലും ആ ഇരിക്കുന്ന സാധനത്തിനെ നോക്കിയിട്ടാണ് അവിടെ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ട് തങ്കത്തിന് ചുവന്നുകൊണ്ട് വരുന്ന വണ്ടി തങ്കവണ്ടി എന്ന് പറയണമെന്ന് നിങ്ങൾ പറയണം. ഈ പറഞ്ഞ പ്രസംഗം കഴുതയെ ചുവന്നുകൊണ്ട് വരുന്ന വണ്ടിക്ക് കഴുത വണ്ടി എന്ന് പറയണത് പോലെ തങ്കം ചുമക്കുന്ന വണ്ടിക്ക് തങ്കവണ്ടി എന്നും പറയണമെന്ന് ആ ലോജിക്ക് വെച്ച് തന്നെ പറയണ്ടേ. അതുകൊണ്ട് ആ പ്രസംഗമൊന്നും നമ്മൾ വഴിതെറ്റിക്കാതിരിക്കട്ടെ. നമ്മുടെ യാത്രകൾക്ക് എല്ലാ വിധത്തിലുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ ദ്വായിലൊക്കെ ഒരു പങ്കും ഓരോ അല്ലാഹു തആല അംശവും നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമ്മെ എല്ലാം അവന്റെ വിശുദ്ധമായ ഹർമുകളിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് എത്തിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദ